എടാ കഴുതേ, നീ എന്തിനാ അത് വീണ്ടും വീണ്ടും തിരിച്ചോണ്ടിരിക്കുന്നേ? ബണ്ണി കണ്ടോ, ഇന്നാ ന്യൂസ് പേപ്പറിന്റെ ആൾക്കാര് ഇയാളുടെ ഫോട്ടോ തലകുത്തനെ പ്രിന്റ് ചെയ്തിരിക്കുക. അത് കൊള്ളാലോ. ഈ ന്യൂസ് പേപ്പർക്കാരെ ഇങ്ങെടുത്തേ. എടാ കഴുതേ, ഇത് തലകുത്തനെ പ്രിന്റ് ചെയ്തതല്ല, അയാൾ തലകുത്തനെ നിക്കുന്നതാ. പിന്നെ എന്തിനാ തലകുത്തനെ നിൽക്കുന്നേ? ആരെങ്കിലും ഇയാൾക്ക് പണി കൊടുത്തോ? ഇതൊരാളുടെ അല്ല, സർക്കസിന്റെ ഫോട്ടോയാണ് പണി. ഈ ആള് സർക്കസിൽ പണി ചെയ്യുകയാണ്. അതെയോ? വരൂ, നമുക്ക് എല്ലാവർക്കും പോയി സർക്കസ് കാണാം. ന്യൂസ് വായിക്കടാ, സർക്കസിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. 10 ദിവസം മുമ്പാണല്ലോ അവര് വന്നത്. പക്ഷെ എനിക്ക് ഇപ്പൊ സർക്കസ് കാണണോ? നമുക്ക് നമ്മുടെ സർക്കസ് തന്നെ തുടങ്ങിയാലോ? സംശയമുണ്ടോ? തുടങ്ങിക്കളയാം. എനിക്ക് നന്നായിട്ട് തലകുത്തനെ നിൽക്കാൻ അറിയാം. കാണണോ? എടാ കഴുതേ, ഞാൻ തമാശ പറഞ്ഞതാ. സംശയമുണ്ടോ? പക്ഷെ ഈ ഐഡിയ കൊള്ളാൻ കേട്ടോ. എന്ത്, സർക്കസ് തുടങ്ങുന്നതാണോ? അതെ, ടൈം പാസും ആകും, പൈസയെ നമുക്ക് ഒരുപാട് ഒപ്പിക്കാം. എന്നാ വാ, നമുക്ക് മറ്റു കൂട്ടുകാരോട് സംസാരിക്കാം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. Wow! രസമായിരിക്കും. ആ സഹോദര, ഞാനും റെഡിയാണ്. ഞങ്ങൾ ഇതൊക്കെ ദിവസവും ചെയ്യുന്നതല്ലേ, സർക്കസിലും ചെയ്തേക്കാം. പിന്നെന്താ? ഞാൻ നന്ദു, എല്ലാവരുടെയും ബന്ധു. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. സർക്കസ് ചെയ്യാൻ ഞാനും തയ്യാറാ. അങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ട്രെയിൻ വരാത്ത പാളത്തിലേക്കിട്ട് കൊന്നുകളയും. ഓണറെ കണ്ട വാലാട്ടത്തെ പട്ടിയുമില്ല, ഈ ബാലും ഇല്ലാത്ത സർക്കസ് ഈ രാജ്യത്തെങ്ങുമില്ല. ഞാനും നിങ്ങളുടെ സർക്കസിൽ ജോലി ചെയ്യും. ബാങ്കിൽ ജോലി ചെയ്താൽ അത് ബാങ്കർ. ഞാനാണ് ഈ സർക്കസിൽ ആങ്കർ. അടികൈ. അടിപൊളി. അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ സ്വന്തം സർക്കസ്. അതെ സഹോദര, നല്ല പേരാണ് നമ്മുടെ സർക്കസ്. എല്ലാവർക്കും ജോലിയും കിട്ടി, സർക്കസിന് നല്ല പേരും കിട്ടി. അടികൈ. കുരങ്ങന്മാരെല്ലാവരും പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും സർക്കസ് കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അടികൈ. കാണികളെല്ലാം തയ്യാറാണ്. ഇതാ നമ്മുടെ സർക്കസ് തുടങ്ങാൻ പോവുകയാണ്. അടികൈ. കണ്ണാ സാറേ, ഇവരെല്ലാവരും അങ്ങയുടെ കവിത കേൾക്കാനല്ല, സർക്കസ് കാണാനാ വന്നിരിക്കുന്നത്. ഇതെന്താണ് ഈ ചെയ്യുന്നത്? ഇത്രയും ചെറിയ എലി എങ്ങനെ കാണാൻ കഴിയും? ഞങ്ങളുടെ സൈസ് വലുതാക്കാണ്. എല്ലാവർക്കും ഞങ്ങൾ കാണാനാവുന്ന വിധത്തില്. അപ്പോൾ നമ്മുടെ സർക്കസ് തുടങ്ങാൻ പോകുന്നു. സൈക്കിളിൽ നിങ്ങൾ ഒരുപാട് വിദ്യകൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കാണാൻ പോകുന്നത് ഹണിയുടെ സർക്കസ്. എന്റെ അമ്മച്ചി, ഈ കഴുത എന്താ ഈ കാണിക്കുന്നേ? ഇങ്ങനെ ഓടിച്ചോണ്ട് പോയാ അവൻ താഴെ വീഴും. എല്ലാരും കൈയടിച്ച് ചിരിക്കാണല്ലോ. എന്റെ പ്രശ്നം എനിക്കറിയൂ. ഞാൻ എങ്ങനെ ഈ സൈക്കിൾ ഒന്ന് കൺട്രോൾ ചെയ്യും? എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു ഹണി, നീ ഇത്രയും നന്നായി സൈക്കിൾ ഓടിക്കുമെന്ന്. സംശയമുണ്ടോ? ഓ, രക്ഷപ്പെട്ടു. ആർക്കും മനസ്സിലായില്ല ഈ കഴുതയ്ക്ക് സൈക്കിൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്ന്. ജനങ്ങൾ സത്യം അറിയുന്നത് വരെ എല്ലാം സുമുഖമാണ്. സംശയമുണ്ടോ? ഇതുവരെ നിങ്ങൾ കണ്ടത് വെറും ട്രെയിലർ മാത്രം. ഇപ്പോൾ വരാൻ പോകുന്നത് ബണ്ണിയാണ്. അടികൈ. സഹോദര ബണ്ണി,
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനസ്സിലാക്കി കൊടുക്കാം ഈ സർക്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എടാ കുതിരെ, നീ എന്തായി കാണിക്കുന്നേ? നമുക്ക് അഭിനയിച്ചാൽ മാത്രം മതി. എന്റെ തലയെഴുത്ത് അത്ര മോശമായിട്ടില്ല. വെറും ഒരു പൂച്ച എന്റെ മേലിൽ സവാരി ചെയ്യുന്നോ? അങ്ങനെയാണോ? വെളിക്കേറി ഇരുന്നു അല്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ നിനക്ക്. എന്റെ പൊന്നു കൂട്ടുകാരാ, നീ എന്തിനാ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നേ? നമുക്ക് സർക്കസ് കാണിച്ചാ മതി. രക്ഷപ്പെട്ടു. നദിയുടെ അടുത്ത് ഞാനൊരു വീട് പണിതു. ബണ്ണി എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അടികൈ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവർക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നേ? റിയൽ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും ബാലു അയാളുടെ ബാലൻസ് ഷോ കാണിക്കും. അടികൈ. കലക്കി. സൂപ്പർ ഡോക്ടർ ബാലു, നന്നായിരിക്കുന്നു. ആഹാ, ഇങ്ങോട്ട് വരൂ. പെർഫോമൻസിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാൽ നിന്നെ ഞാൻ ഡ്രീം വരാത്ത പാളത്തിലേക്ക് എടുത്തിട്ട് കൊന്നുകളയും. ഇതിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. വാവ്, എന്തൊരു കോർഡിനേഷൻ ആണ്. വെണ്ണ ഉരുക്കിയപ്പോൾ അത് നെയ്യായി. തെറ്റിപ്പോയെങ്കിലും ഇവരുടെ പെർഫോമൻസ് ശരിയായി. അടികൈ. നന്ദു, എല്ലാവരുടെയും ബന്ധു, ഞാൻ പുറപ്പെട്ടു. നന്ദു, എല്ലാവരുടെയും ബന്ധു. പക്ഷെ ഈ നന്ദുന്റെ ബന്ധു ആരെങ്കിലും ഉണ്ടോ എന്നെ രക്ഷിക്കാൻ? വരൂ വരൂ വരൂ, ഇങ്ങോട്ട് വരൂ, ഞാൻ രക്ഷപ്പെടുത്താം. ഇവിടെ വന്നാ പിന്നെ രക്ഷിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ പിടിച്ചു. ബന്ധു, എല്ലാവരുടെയും ബന്ധു. ഇനി ബൈക്ക് ഓട്ടിക്കുന്നതല്ല, ബൈക്കിൽ ഇരിക്കുക പോലും ചെയ്യില്ല. ഓ, നായർ പുലിവാല് പിടിച്ചു. കർത്തയുടെ പെർഫോമൻസിൽ അവൻ തന്നെ പേടിച്ചു. അടികൈ. വെള്ളം ശേഖരിച്ചു വെക്കണമെങ്കിൽ വേണം ഡാം. ഇപ്പോൾ പെർഫോം ചെയ്യാൻ പോകുന്നത് കിറ്റി ജോർദാറാൻ തോത്താറാം. അടികൈ. ആ സഹോദര, ഇപ്പോഴല്ലേ കലക്കാൻ പോകുന്നത്. ബലഹീന ഹൃദയമുള്ളവരെ പുറത്തുപോയി ഐസ്ക്രീം കഴിക്കേ. എന്റെ മനസ്സും അല്പം ബലഹീനമാണ്. ഞാൻ ഈ തൊപ്പി പൊക്കി കളിച്ചോട്ടെ. ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ ഇവിടെയില്ലേ. ആ സഹോദര, തുടങ്ങാമോ? ആ സഹോദര, കിറ്റിയെ പിടിച്ചോളൂ. 1 2 3. ആ സഹോദര, ഇങ്ങനെ തന്നെ തുടരാം. ജനങ്ങൾ വളരെ ആസ്വദിക്കുന്നുണ്ട്. വിട്ടുകളല്ലേ പ്ലീസ്, വിട്ടുകളല്ലേ പ്ലീസ്, വിട്ടുകളല്ലേ.
മലക്കം മറിഞ്ഞു മറിഞ്ഞ് സോർദാറിന്റെ ഇടപാട് തീർന്നു. ഇതോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഈ സർക്കസും തീർന്നു. അടികൈ. ഞങ്ങൾക്ക് ഇനിയും സർക്കസ് കാണണം. നാളെ വീണ്ടും ഇത് കാണാൻ വരണം. പക്ഷേ ജോക്കർ തന്നെ ആങ്കറായി മാറിയത് വളരെ നന്നായിരുന്നു. ഹീറോയെ ബാങ്കിന്റെ ലോക്കർ എന്ന് പറയുന്നു. ഈ സ്ത്രീ കവിയെ ജോക്കർ എന്ന് പറയുന്നു. അടികൈ. അതെ, നാളെ എത്ര മണിക്കാണ് ഷോ? ഈ സർക്കസ് ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമാണ്. അല്ല സഹോദര, നല്ല ലാഭം ഉണ്ടല്ലോ. നമുക്ക് എന്തുകൊണ്ട് ഇത് തുടർന്നുകൂടാ? ഈ ജോലി നമ്മൾ കാണുന്നത്ര എളുപ്പമല്ല. അവരവരുടെ ജീവൻ പണയം വച്ചിട്ടാണ് ഈ സർക്കസുകാർ നമ്മളെ രസിപ്പിക്കുന്നത്. ഈ പണി സർക്കസുകാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാ. സംശയമുണ്ടോ? ഇനി നിങ്ങൾക്ക് സർക്കസ് കാണണം തോന്നുമ്പോ ഒറിജിനൽ സർക്കസുകാർ വരും. അപ്പൊ കണ്ടാ മാത്രം മതി. മനസ്സിൽ പേടിയുണ്ടായിരുന്നെങ്കിലും ജനങ്ങളെ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കുകയായിരുന്നു കൊച്ചളിയാ. ആ.